മരുന്ന് ഇടിച്ചും പിഴിഞ്ഞും ഇവിടെ എന്നെ നോക്കുന്നത് പോലെ ഒരു തവണയെങ്കിലും നിനക്ക് എന്നെ നോക്കാൻ പറ്റുമോ? ഞാൻ തളർന്നു പോകുന്ന ഓരോ അവസരത്തിലും പ്രതീക്ഷ തന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ നിനക്ക്? പറ്റുമോ? രാധിക ഈ വീട്ടിലേക്ക് കയറി വരുന്നത് വരെ ഈ വീൽ ചെയർ എന്റെ ചിതയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. മരിച്ച് പൊതിഞ്ഞു വച്ചിരുന്ന ചിത എന്നെങ്കിലും അതിൽ കുറച്ച് തീ വീരും, അതോടെ കത്തി തീരും. ഏട്ടാ, അത്ര എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അത്രയൊക്കെ സാധിച്ചുള്ളൂ നിന്നെ കൊണ്ട്. അച്ഛാ, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ട്, എനിക്കൊന്ന് ജീവിക്കണമെന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അച്ഛാ. ഈ ചികിത്സ കൊണ്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ എന്റെ പെങ്ങളെവിടെ നിർത്താൻ പറ്റുമോ? അതൊന്നും ശരിയാവില്ല. ചേച്ചിക്ക് പോണം. പ്രിയങ്ക, തീരുമാനം അച്ഛനും അമ്മയും എടുത്തോളൂ. നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. മുത്തശ്ശി, ഇതുവരെ ഇരുട്ടായിരുന്നു മുത്തശ്ശി കണ്ണില്. ഇപ്പോഴാ ഞാൻ കുറച്ച് വെളിച്ചം കണ്ടു തുടങ്ങിയത്. അതില്ലാതാക്കല്ലേ. പരമേശ്വര, എന്താ നീ തീരുമാനിക്കുന്നേ? എന്റെ മോൻ എഴുന്നേറ്റ് നടക്കുന്നത് കാണണം എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏട്ടൻ പറയുന്നത് കേട്ടില്ലേ? ഏട്ടന്റെ ചികിത്സ കഴിയുന്നത് വരെ മോളിവിടെ ഉണ്ടാകും. അതാണ് അച്ഛൻ്റെ ആഗ്രഹം. അതാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും കൽപ്പനയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. അഖിൽ സർ, മോളിപ്പോ എന്റെ അടുത്തുണ്ട്. പക്ഷേ എന്നിട്ടും എന്താ ഞാൻ അവളെ കുറിച്ച് ദുസ്വപ്നം മാത്രം കാണുന്നത്? അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? ദൈവങ്ങളോട് അവൾക്ക് കാവൽ നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്നിട്ടും എന്റെ പേടി കൂടി വരുവാ. സർ, സാറ് നമ്മുടെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവൾക്ക് കരുത്തായി കൂടെ തന്നെ ഉണ്ടാവണം. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ എനിക്ക് എന്റെ മോളെ കൂടെ കൊണ്ട് നിർത്താൻ പറ്റും. അഖിൽ സാറിനെ കാണിച്ചു കൊടുത്ത് ഇതാ നിന്റെ അച്ഛനെന്ന് പറയാൻ പറ്റില്ലേ? ഈശ്വര, എന്റെ മനസ്സെന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ അസ്വസ്ഥമാവുന്നു. നാളെ സ്കൂളിലെത്തി മോളെ കാണുന്നത് വരെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. എന്നും ഇങ്ങനെ കരയാൻ എന്റെ വിധി. ഇനി എന്തൊക്കെയാ ഞാൻ പേടിക്കേണ്ട? ഭഗവാനെ, വരുണൊരു പ്രതിസന്ധിയില്ല. അവന്റെ മനസ്സ് മുഴുവൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന ആളാ. അവര് തമ്മിലാ ചേരേണ്ടത്. അവരെ ഒരുമിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയില്ല. പക്ഷേ അങ്ങയ്ക്കത് സാധിക്കും. അവരെ ഒരുമിപ്പിക്കണേ.
മുത്തശ്ശി പ്രാർത്ഥിക്കാൻ എത്തിയിരുന്നോ? പ്രാർത്ഥിക്കുന്നതിനേക്കാൾ രസമാണല്ലോ കുട്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ. കണ്ണനോട് സങ്കടം എന്തെങ്കിലും ഉണ്ടായിരുന്നോ പറയാൻ? ഇല്ല മുത്തശ്ശി, എന്നെക്കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ ഒന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഏട്ടൻ തന്നെ സാധിച്ചു തന്നല്ലോ. അതെ മോളെ, എന്റെ മനസ്സിൽ ഇപ്പോഴും സൂര്യ പറഞ്ഞ വാക്കുകളാ. അവൻ എഴുന്നേറ്റ് നടക്കണം. കണ്ണന്റെ മുന്നിൽ നീ ഉണ്ടാവുമ്പോ അത് അസാധ്യമല്ല. ഏട്ടൻ പാവോ മുത്തശ്ശി. ഏട്ടനെ ഒരുപാടൊന്നും ദൈവം പരീക്ഷിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകാൻ സമയമായി. എന്റെ കൃഷ്ണ, എന്താ ഇത്? എന്തോ അപശകുനാണല്ലോ കുട്ടി. ഇന്നിനി പോണോ? അത് സാരമില്ല മുത്തശ്ശി. ഭഗവാന്റെ മുമ്പില് വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞാനേ ഒന്നുകൂടി തെളിയിച്ചിട്ട് പോവാം.